ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ഹെൽത്തിലേക്ക് സ്വാഗതം. വാസ്തുദോഷമുള്ള ഭൂമിയിൽ വീട് പണിത് താമസിക്കാൻ തുടങ്ങിക്കഴിയുമ്പോഴായിരിക്കും രോഗങ്ങളായിട്ടും അപകടങ്ങളായിട്ടും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ആഗ്രഹത്തിനനുസരിച്ചുള്ള വീട് പണിത് സാമ്പത്തികമായി ഞെരുക്കത്തിലായിരിക്കും മിക്കവരും. ലക്ഷങ്ങൾ മുടക്കി വീട് പണിതിട്ടും മനസമാധാനത്തോടെ താമസിക്കാൻ കഴിയാതെ വരികയും കൂടെ കടബാധ്യത കൂടെ ആവുമ്പോൾ സാധാരണക്കാരന്റെ ജീവിതത്തിന്റെ താളം തെറ്റും. ഭൂമിക്ക് വാസ്തുദോഷമുണ്ടോ എന്ന് മനസ്സിലാക്കുകയാണ് ആദ്യപടി. അതിനായി പണ്ടുള്ളവർ ഒരു എളുപ്പമാർഗം അവലംബിച്ചിരുന്നു. വീട് പണിയാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ കിഴക്കേ അതിരിനോട് ചേർന്ന് ദീർഘചതുരാകൃതിയിൽ മണ്ണ് കിളച്ചിടുക. പൗർണമി അതായത് വെളുത്തവാവ് ദിനത്തിൽ നവധാന്യങ്ങൾ ഇതിൽ പാകുക. ഏകദേശം 6 മണിക്കൂർ കുതിർത്ത നവധാന്യമാണ് പാകേണ്ടത്. 2-3 ദിവസത്തിനുള്ളിൽ ധാന്യങ്ങൾ കിളിർത്തില്ല എങ്കിൽ ദോഷമുള്ള ഭൂമിയാണെന്ന് അനുമാനിക്കാം. തുടർന്ന് ദോഷപരിഹാരത്തിനായി ഉത്തമമായ ഒരു വാസ്തുവിദഗ്ധന്റെ സഹായം തേടാം. ദോഷമില്ലാത്ത പുരയിടത്തിൽ നവധാന്യങ്ങൾ യഥേഷ്ടം കിളിർക്കുകയും കിളിർത്ത ധാന്യങ്ങൾ ഒരാഴ്ചയ്ക്ക് ശേഷം പശുവിനോ മറ്റോ കൊടുക്കുകയും വേണം. വാസ്തുദോഷം മാറാൻ വീട് പണി കഴിഞ്ഞും നവധാന്യങ്ങൾ പാക്കി കിളിർപ്പിക്കുന്നത് നന്ന്. നവധാന്യങ്ങൾ ഓരോന്നും നവഗ്രഹങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അതിനായി പാകാനെടുക്കുന്ന നവധാന്യത്തിലെ ഓരോ ധാന്യത്തിന്റെയും അളവ് ഒരുപോലെയായിരിക്കണം. നവഗ്രഹത്തിലെ ഓരോ ഗ്രഹത്തിനും തുല്യ പ്രാധാന്യം നൽകുന്നുവെന്നാണ് സങ്കല്പം. ഗോതമ്പ് സൂര്യനെയും, നെല്ല് ചന്ദ്രൻ, തുവര ചൊവ്വ, പയർ ബുധൻ, കടല വ്യാഴം, അമര ശുക്രൻ, എള്ള് ശനി, ഉഴുന്ന് രാഹു, മുതിര കേത് എന്നിവയാണ്. പുരയിടത്തിൽ ഇടയ്ക്കിടെ ചാണകം കലക്കി തെളിക്കുന്നതും കല്ലുപ്പ് വിതറുന്നതും വാസ്തുദോഷ പരിഹാരമാണ്. ഓം അനുഗ്രഹ രൂപായേ വിദ്മഹേ ഭൂമിപുത്രായ ധീമഹി തനോ വാസ്തുപുരുഷ പ്രചോദയാത്. വാസ്തുപുരുഷനെ പ്രീതിപ്പെടുത്താനുള്ള ഈ 3 വരി മന്ത്രം ദിനവും ചൊല്ലിയാൽ ദോഷങ്ങൾ നീങ്ങി ആഗ്രഹപ്രകാരമുള്ള വീട് നിർമ്മിക്കാൻ കഴിയും എന്നാണ് വിശ്വാസം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.